അബ്ദുസ്സലാം മൗലവി സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള വികാസം വളർച്ചയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം രണ്ട് പ്രസ്ഥാനങ്ങളെ തിരഞ്ഞെടുത്തു. ഒന്ന് മുസ്ലിം ലീഗിനെ, ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ. മുസ്ലിം ലീഗിനെ അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് വളരാൻ കഴിയൂ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേജുകളിൽ അദ്ദേഹം എപ്പോഴും ഊന്നിയിരുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ സ്വകാര്യ സംഭാഷണത്തിലായാലും ഐക്യം. അപ്പോൾ മുസ്ലിം സമൂഹം എന്ന് പറയുന്നതിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ സംഘടന എന്ന നിലക്ക് അതിന് ഇസ്ലാമിക സ്വഭാവം ഉണ്ടാവണം എന്ന് അദ്ദേഹം നിർബന്ധമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞാൽ നേതാക്കന്മാർ കെ മൗലവി സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മൗലവി സാഹിബിനെ ലീഗിൽ കൊണ്ടുവരാൻ വേണ്ടി ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ അതിൻ്റെ നേതാവ് ഇസ്ലാമികമായി ജീവിക്കുന്ന ആളാണ് എന്നെനിക്ക് തെളിവ് കിട്ടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രണ്ടാളുകൾ ബോംബെയിൽ പോയി ജിന്നാ സാഹിബിൻ്റെ കൂടെ 2 ദിവസം നിൽക്കുകയും ജിന്നാ സാഹിബിൻ്റെ ജീവിത ശൈലിയും രീതിയൊക്കെ പഠിക്കുകയും ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന് പറഞ്ഞു, ജിന്ന പരിപൂർണമായും മുസ്ലിം സമൂഹത്തിൻ്റെ ആചാരങ്ങളും ബന്ധങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇദ്ദേഹം ലീഗിൽ വന്നത്. ഖുർആൻ ക്ലാസ് ആയിരുന്നു മൗലവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധം. എല്ലാ സ്ഥലത്തും ഖുർആൻ ക്ലാസ് നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മൗലവിക്ക് ആ രംഗത്ത് മറ്റു മുജാഹിദ് നേതാക്കന്മാർക്ക് നേരിട്ട പോലെയുള്ള ശത്രുത നേരിടേണ്ടി വന്നിട്ടില്ല. മൗലവിനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. മൗലവി മരണപ്പെട്ടപ്പോൾ കാണുന്നുണ്ടായി. അവരായിരുന്നു അക്കാലത്ത് മൗലവിനെ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒത്തുകൂടിയിരുന്ന ചെറുപ്പക്കാരായ ആളുകളായിരുന്നു മൗലവി മരണപ്പെട്ടപ്പോഴും ഉണ്ടായിരുന്നത്, ജനാസക്ക് വന്നിരുന്നത്. അവരൊന്നും ആദർശപരമായി മൗലവിയുടെ സ്ഥാനത്തോട് 300% കൂടുതലായിരുന്നില്ല. എന്നാൽ മൗലവി അങ്ങേയറ്റം അവരൊക്കെ സ്നേഹിച്ചിരുന്നു. കാരണം അവരൊക്കെ ജീവിതത്തിൽ മൗലവി ചെലുത്തിയ സ്വാധീനം അപാരമായിരുന്നു എന്നതിൻ്റെ തെളിവാണത്. പിന്നെ അരീക്കോട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അരീക്കോടാക്കിയത് വാസ്തവത്തിൽ NV അബ്ദുസ്സലാം മൗലവിയാണ്. അബ്ദുസ്സലാം മൗലവി ഇല്ലായിരുന്നുവെങ്കിൽ അരീക്കോട് ഇന്നത്തെ അരീക്കോടാകുമായിരുന്നില്ല.